ആറ്റുകാൽ ജ്യോതിശാസ്ത്ര പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓഗസ്റ്റ് 3 മുതൽ 9 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. കാലുവേദനയോ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാൻ സാധ്യതയുണ്ട്. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം പൊതുവെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. സന്താന സുഖക്കുറവ് അനുഭവപ്പെടും. കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. കണ്ടത്തിന് മുകളിലോട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളോ കഫരോഗാദികളോ ആസ്മ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പല വിധത്തിലുള്ള ധനലാഭങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ഈ വാരം വളരെ നല്ലതാണ്. സഹോദര ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. എന്നെങ്കിലും മാതാവിന് ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചുവന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാവുമായിട്ടോ മാതൃബന്ധുക്കളുമായിട്ടോ പ്രോപ്പർട്ടി സംബന്ധമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ ശത്രുതയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ്. ഷെയറൊക്കെ തിരിക്കാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമല്ല. പല വിധത്തിലുള്ള ശത്രുത ഉണ്ടാവും. ഷെയർ കാര്യങ്ങളിൽ ഷെയർ എന്ന് പറയുമ്പോൾ ഷെയർ മാർക്കറ്റല്ല, പ്രത്യേകിച്ച് വസ്തു സംബന്ധമായിട്ടുള്ള ക്രയവിക്രയത്തിനും വസ്തു സംബന്ധമായിട്ടുള്ള ഷെയർ മാറ്റുന്നതിനൊന്നും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളും ശത്രുവർദ്ധനവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 കഴിയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കഫരോഗാദികളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളുണ്ടാവും. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളാൽ മനസ്സമാധാനം പൊതുവെ കുറയും. ചെലവുകൾ വർദ്ധിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ചിങ്ങരാശി മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരത്തിൽ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടത്തിന് മുകളിലോട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർക്ക് എന്തെങ്കിലും മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ത്വക്ക് രോഗങ്ങൾക്കുള്ള സാധ്യതയോ ഒക്കെ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഔഷധങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ കഴിക്കുകയോ അല്ലെങ്കിൽ ഔഷധങ്ങളൊക്കെ പുരട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും കർമ്മപുഷ്ടിയും ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യപരമായിട്ടുള്ള പ്രയാസങ്ങളോ വിരഹ ദുഃഖങ്ങളോ മാറിക്കിട്ടാൻ സർപ്പപ്രീതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി.
കന്നിരാശിക്കാർക്ക് മുൻകോപം കഴിയുന്നതും കുറയ്ക്കണം. എല്ലാ കാര്യത്തിനും അല്പൊരു അലസതയും അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിനും സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. അല്പം മുൻകോപം പിടിവാശ ഉണ്ടാകും. ശരീരത്തിൽ മുറിവ്, പൊള്ളലോ അപകട സാധ്യത വളരെ കൂടുതലാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് ദാമ്പത്യ കലഹങ്ങളോ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം മാക്സിമം കുറയ്ക്കണം. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. വാഹനത്തിലൊക്കെ ചാടി കയറുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വാഹനത്തിൽ യാത്രയിലൊക്കെ വളരെ സൂക്ഷിക്കണം. എടുത്തിയായിട്ടും മുൻകോപം കഴിയുന്നത് കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്ത് കാര്യങ്ങൾക്കും ഒരു സമാധാനത്തിൽ കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഫാമിലി ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും അത് വളരെ സമാധാനത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എടുത്തിയായിട്ട് ഒന്നിനൊരു പരിഹാരമായിരിക്കില്ല. അതുപോലെ ചിലർ കുടുംബ കോടതിയിലും കേസും വഴക്കൊക്കെ ആയിട്ട് പോകും. എടുത്തിയാടി പോകുന്നവർ ധാരാളം പേരുണ്ട്. മാക്സിമം ക്ഷമിച്ചിട്ട് തീരെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ദാമ്പത്യപരമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാൻ ത്രിപുര സുന്ദരി യന്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. തുലാം രാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സന്താനങ്ങളാൽ സുഖക്കുറവോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. കാലുവേദനയും ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും. ചെലവുകൾ വർദ്ധിക്കും. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന സ്വഭാവമുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കലാപരമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് പൊതുവെ വാരം കർമ്മസംബന്ധമായിട്ട് കുറച്ചൊക്കെ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടാകും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലവസരങ്ങളിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ വരാം. തൊഴിൽ സംബന്ധമായിട്ടുള്ള പല വിധത്തിലുള്ള സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. സന്താനങ്ങളാൽ മനസ്സമാധാനം കുറയും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച തരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്ക് അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യത വളരെ കൂടുതലാണ്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. വാഹന സംബന്ധമായിട്ട് ചിലവുകൾ വർദ്ധിക്കും. കർമ്മ സംബന്ധമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാതാവുമായിട്ടോ മാതൃബന്ധുക്കളുമായിട്ടോ സന്താനങ്ങളുമായിട്ടോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ചെലവുകൾ വർദ്ധിക്കും. സുഖക്കുറവും പിതാവിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും കുറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ദൂരയാത്രകളൊക്കെ ചെയ്യാൻ അവസരമുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നീണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ കാര്യത്തിനും ഒരു തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. കുംഭരാശി. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പോരിട്ടായുടെ മുക്കാലും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഴ്ചകളും മുറിവുകളും അപകടങ്ങളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഗ്നിഭയം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ട് ആയുധങ്ങളിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ അപകട സാധ്യതയോ വളരെ കൂടുതലാണ്. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ദാമ്പത്യ കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശി കുറയ്ക്കുന്നത് നന്നായിരിക്കും. കാലുവേദനയും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ നടുവേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഏതായാലും എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും വിഷമങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ പോലും ഈ വാരം വളരെ നന്നായിരിക്കും. ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഈശ്വരാധീനം പൊതുവെ ഈ വാരത്തിൽ കാണുന്നുണ്ട്. ഏത് ആപത്തുകളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് പൊതുവെ ഈ വാരം എല്ലാ കാര്യത്തിനും ഒരു അല്പ അലസതയും ബുദ്ധിമുട്ടും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ്. പുതിയ വീട് വാങ്ങിക്കുന്നതിനോ വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരും. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം. ദാമ്പത്യ കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഴ്ചകളോ മുറിവുകളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ചൊവ്വാപ്രീതി വരുത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. കുങ്കുമാഭിഷേകം ദേവീക്ഷേത്രത്തിലാണെങ്കിൽ കുങ്കുമാഭിഷേകം ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. മൊബൈൽ നമ്പർ ആൻഡ് വാട്സപ്പ് നമ്പർ 9474471711. ഏതെങ്കിലും കാര്യങ്ങൾ വിശേഷിച്ച് അറിയാനുണ്ടെങ്കിൽ ജാതകഫലം അറിയാൻ വാട്സപ്പ് ചെയ്യുക 9447471711.